വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പ് ദർശിക്കാൻ കുടുംബസമേതം ഗോവയിലെത്തിയ ബ്രിട്ടീഷ് പൗരനായ കാൾ കോക്സ് വളരെ യാദൃശികമായാണ് സെന്റ് ജോസഫ് വാസ് എന്ന ഫുഡ് സ്റ്റാളിൽ ചായ കുടിക്കാനായി കയറിയത്. അവിടുത്തെ ചായയുടെയും പലഹാരങ്ങളുടെയും സ്വാദ് അദ്ദേഹത്തെ ആ ചെറിയ ഹോട്ടൽ നടത്തുന്ന ആളെ ഒന്ന് കണ്ട് അഭിനന്ദിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോഴാണ് സത്യത്തിൽ കാൾ കോക്സ് ഞെട്ടിയത്. ആ ഹോട്ടൽ നടത്തുന്നത് ഒരു വൈദികനായിരുന്നു. ഗോവ ദാമൻ അതിരൂപതയിലെ വൈദികനായ ഫാദർ ഫെലിക്സ് ലോബോയാണ് ഹോട്ടൽ നടത്തി ഒരു വേറിട്ട മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം പൊതുവണക്കത്തിനായി വയ്ക്കുന്ന 45 ദിവസം പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഈ ഹോട്ടൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുവഴി സ്വരൂപിക്കുന്ന പണം ഗോവയിൽ നിർധനരായ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൈദികൻ ചെലവഴിക്കുന്നത്. വൈദികന്റെ മിഷൻ പ്രവർത്തനത്തെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടവകാംഗങ്ങളും ഹോട്ടലിലുണ്ട്. അവരാണ് ഈ രുചികരമായ ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ സൃഷ്ടാക്കൾ. ഗോവയ്ക്ക് മാത്രം അവകാശപ്പെട്ട പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങൾ ഗുണമേന്മയോടെ മിതമായ നിരക്കിൽ നൽകുക എന്നതിൽ ഫാദർ ഫെലിക്സ് യാതൊരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല. ഈ ഭക്ഷണം ആസ്വദിക്കുന്നതിനൊപ്പം നാം നൽകുന്ന പണം സഹായം ആവശ്യമായ ഒരാളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതും ഒരു പുണ്യമല്ലേ. 1661 പണി കഴിപ്പിച്ച സെന്റ് കജറ്റൻ ദേവാലയത്തിൻ്റെ മൈതാനത്താണ് സെന്റ് ജോസഫ് വാസ് ക്യാൻറ്റീൻ സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ സി കത്തീഡ്രലിൽ നിന്ന് ഏകദേശം 1000 മീറ്റർ അകലെയാണിത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം 2025 ജനുവരി 5 വരെയാണ് പൊതുവണക്കത്തിനായി വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ വലിയ കച്ചവടം നടക്കുന്നുമുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അടുക്കള നിയന്ത്രിക്കാനും രുചികരമായ ഭക്ഷണം പാകം ചെയ്യാനറിയുന്ന എൻ്റെ ഇടവകക്കാരുള്ളതുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഫാദർ ഫെലിക്സ് പറഞ്ഞു. വിശുദ്ധൻ്റെ ശരീരം 2014 പൊതുവണക്കത്തിനായി വെച്ചപ്പോൾ ഇതുപോലെ വൈദികൻ്റെ നേതൃത്വത്തിൽ ഫുഡ് സ്റ്റാൾ ഒരുക്കിയിരുന്നു. അന്ന് 45 ദിവസം കൊണ്ട് 18 ലക്ഷം രൂപയ്ക്കടുത്ത് ലാഭം സ്വരൂപിക്കാൻ സാധിച്ചിരുന്നു. ആ പണം കൊണ്ട് 1000ഓളം ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന ഗോവയിലെ ഉസ്ഗാവ് എന്ന വിദൂര ഗ്രാമത്തിലുള്ള സെന്റ് ജോസഫ് ഹൈസ്കൂളിലേക്ക് 2 ബസ്സുകൾ വാങ്ങാനെടുത്ത ലോൺ ക്ലോസ് ചെയ്യാനായി ഫാദർ ഫെലിക്സ് അതുപയോഗിച്ചു. മാത്രമല്ല ജാതിമത ഭേദമന്യേ കുട്ടികൾക്ക് പുസ്തകം ഉൾപ്പെടെ മറ്റാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനും ആ പണം കാരണമായി. കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും 2014 ലഭിച്ച അത്രയും വലിയ ലാഭം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലെന്നും വൈദികൻ കൂട്ടിച്ചേർത്തു. ഇത്തവണ കിട്ടുന്ന ലാഭം കൊണ്ട് മോളയം ഗ്രാമത്തിൽ വൈദികന്റെ തന്നെ മേൽനോട്ടത്തിലുള്ള സെന്റ് ജോസഫ് വാസ് കിൻഡർ ഗാർട്ടൻ്റെ നടത്തിപ്പിനായാണ് ഉപയോഗിക്കുക എന്നും ഫാദർ ഫെലിക്സ് പറയുന്നു.